വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റൈൽ ഫിക്സ് ബൈ രേണു. ഞാൻ രേണു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹാലോവീൻ ലുക്ക് ഷെയർ ചെയ്യാനാണ് കേട്ടോ. ഹാലോവീൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഹാലോവീൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. അവർ എല്ലാ വർഷവും ഒക്ടോബർ 31 ഹാലോവീൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹാലോവീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓൾ ഹാലോസ് ഈവ് അല്ലെങ്കിൽ ഓൾ സെയിൻസ് ഈവ് എന്ന് പറയും. ശരിക്കും ഈ ഹാലോവീൻസ് ഡേ അവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അവരിത് എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രേതങ്ങളെയൊക്കെ പോലെ ഒരുങ്ങി നിന്ന് ശരിക്കും ഗോസ്റ്റുകളെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് നിൽക്കുന്നത്. അതാണ് അവരുടെ മെയിൻ വിശ്വാസം. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഹാലോവീൻസ് ഡേ. അവരിങ്ങനെ ഗോസ്റ്റായിട്ടൊക്കെ ഇങ്ങനെ കോസ്റ്റ്യൂം ചെയ്തിട്ട് നെയ്ബേഴ്സിൻ്റെ ഒക്കെ അടുക്ക പോയി ട്രിക്സ് ആൻഡ് ട്രീറ്റ്സ് എന്നൊക്കെ പറയും. എന്നിട്ട് അങ്ങനെ അവർക്ക് ഒരുപാട് ചോക്ലേറ്റ്സും ടോയ്സും ഒക്കെ ആൾക്കാർ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര ഫെസ്റ്റിവലാണ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫെസ്റ്റിവലാണ് ഹാലോവീൻസ് ഡേ. അതുപോലെ തന്നെ ഓഫീസുകളിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഹാലോവീൻസ് പാർട്ടീസൊക്കെ എല്ലാവരും നടത്താറുണ്ട്. സോ ഇതാണ് മെയിനായിട്ടും അവരുടെ ഹാലോവീൻസ് ഡേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കുട്ടികളിങ്ങനെ ഗോസ്റ്റായിട്ടൊക്കെ ഇങ്ങനെ കോസ്റ്റ്യൂം ചെയ്ത് അങ്ങനെയാണ് അവരിത് ആഘോഷിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഒരു ഹാലോവീൻ ലുക്ക് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാം. അപ്പം അധികം സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പതഞ്ജലിയുടെ അലോവേറ ജെൽ അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. ഇത് നല്ലൊരു പ്രൈമറും കൂടെ ആണ്, നല്ലൊരു മോയ്സ്ചറൈസറുമാണ്. സോ ഇത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പോകണേ എൻ്റെ ഫേസ് മൊത്തത്തിൽ. കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇനി ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇനി ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ഡാബ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഡാബ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഞാൻ ഫൗണ്ടേഷൻ ഇച്ചിരി നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എങ്കിലേ നമുക്ക് ആ ഒരു എവിടെയൊക്കെ ഡ്രോ ചെയ്യാനുണ്ട്. അപ്പം ഒരു ഇച്ചിരി നല്ല സ്മൂത്തായിട്ട് ബേസിക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് ഫൗണ്ടേഷൻ ഇട്ടത്. ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യാൻ പോകണം. അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഗേളിൻ്റെ പ്രോ കൺസീലാണ് കേട്ടോ. ഇതിപ്പം എന്താ പറയുക, ഞാൻ ഫേസിലൊന്നും കൺസീലർ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ണിൻ്റെ അവിടെ മാത്രം. കാരണം സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ നല്ല കവറേജ് ഉള്ളതായതുകൊണ്ട് എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് ഹൈഡ് ആയിട്ടുണ്ട്. അപ്പം ഐഷാഡോ കണ്ണ് നല്ലതായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലർ കണ്ണിൻ്റെ അവിടെ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്യുക. നമ്മൾ ഐഷാഡോസ് അല്ലെങ്കിൽ ഐഷാഡോസൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഐഷാഡോ നന്നായിട്ട് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഷുഗറിൻ്റെ ഈ ഒരു പാലറ്റും ഇങ്ങനത്തെ ഒരു ആംഗിൾ ബ്രഷാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 02 വാരിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാലറ്റാണ് ഷുഗറിൻ്റെ, നല്ല പാലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാനിന്ന് ഐബ്രോ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ നല്ല ഡാർക്കാക്കി ഇടാൻ പോവാണ്. ഞാൻ ഒന്നുകൂടി ഒരു നല്ല ഗൂസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ബ്രോഡായിട്ട് ഇത്രയും ഡാർക്കൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഐബ്രോസ് ഞാൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇച്ചിരി നല്ല ബ്രോഡായിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഒരു ഗോസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഞാൻ ഐഷാഡോ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഇതേ പാലറ്റിൽ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ ട്രാൻസിഷൻ മൊത്തം നന്നായിട്ടൊന്ന് ചെയ്യാൻ പോവാണ്. ഞാൻ അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ബ്രഷാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും ഒരു പെർഫെക്റ്റായിട്ട് വരണ്ട, ഒരു മെസ്സായിട്ട് കുറച്ച് മെസ്സായിട്ടിരുന്നാലും കുഴപ്പമില്ല. കാരണം ഒരു ഗോസ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണല്ലോ. ഐഷാഡോ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ കണ്ണ് ഒന്ന് ബ്രോഡായിട്ടൊന്ന് വാലിട്ട് എഴുതാൻ പോവാണ്. കണ്ണ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഈ സെയിം പാലറ്റിലെ ബ്ലാക്ക് ഷെയ്ഡും ഈ ആംഗിൾ ബ്രഷുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ.
നമ്മുടെ കണ്ണ് വിങ് ചെയ്യുന്നത് അത്ര പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു വാലിട്ട് ഇങ്ങനെ ഒരു ഭൂതം പോലെ ഒന്ന് തോന്നിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ട് കണ്ണും വിങ് ചെയ്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വേണമെന്നില്ല കേട്ടോ. ഈ ഒരു രീതി ഇച്ചിരി ബ്രോഡായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. ഇനി ഞാൻ ആ കണ്ണിൻ്റെ താഴ്വശം ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ റോസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ റോസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞ ഈ ഒരു പാലറ്റിലെ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ കാണിക്കാം. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ട് കണ്ണും സ്മജ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മസ്കാര ഇടാൻ പോവാണ്. നല്ല ഡാർക്കായിട്ട് മസ്കാര അപ്ലൈ ചെയ്യുക. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐഷാഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇത്തിരി ബ്രോഡായിട്ടൊന്ന് വിങ് ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ അകം എഴുതിയിട്ടില്ല, വാട്ടർ ലൈനിൽ എഴുതിയിട്ടില്ല. ബട്ട് അതിൻ്റെ താഴെ ലൈറ്റ് ഐഷാഡോ ബ്രൗൺ കളർ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് സ്മജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഇച്ചിരി ഡാർക്കനായിട്ട് മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേസിലൊന്ന് ഡ്രോ ചെയ്യാൻ പോകാം കേട്ടോ. ഈ ഐഷാഡോ പാലറ്റിലെ ഈ സെയിം പാലറ്റിലെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാനൊന്ന് ഡ്രോ ചെയ്യാൻ പോകണേ. നമ്മൾ ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല കേട്ടോ. ഒത്തിരി പെർഫെക്റ്റ് ആയിട്ടൊന്നും വരണമെന്നില്ല. നമ്മളൊരു ഗോസ്റ്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം ഭയങ്കര പെർഫെക്ഷനായിട്ടുള്ള ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മേലിൽ കൂടെ ഞാൻ ബ്ലാക്ക് ഐഷാഡോ വെച്ചിട്ട് ഒന്നുകൂടെ ഡ്രോ ചെയ്യുവാണ്. ബ്ലാക്കും ബ്രൗണും വെച്ചിട്ട് മാറി മാറി ഡ്രോ ചെയ്യുക. ഇനി ഞാൻ എൻ്റെ മൂക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി മൂക്ക് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കോണ്ടൂർ ചെയ്യാണ്. സെയിം ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട്. ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സാണ് കേട്ടോ കോണ്ടൂർ ചെയ്യുന്ന ഷെയ്ഡ്. ഇപ്പം ഇനി ഞാൻ ഇതിലെ ഈ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് വെച്ചിട്ട് മൂക്കിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ചിട്ട് തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്യുക കേട്ടോ. ആ ഒരു നല്ലതായിട്ടൊന്ന് കോണ്ടൂർ എഫക്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്മജ് ചെയ്യണം കേട്ടോ. ഫിംഗർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ഒരു ഷാർപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു റൂഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ കോണ്ടൂർ ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ ലിപ്പിൽ ഇച്ചിരി ബാം ഇടാൻ പോവാണ്. ലിപ്സിൻ്റെ അവിടെ ഒന്ന് ഡ്രോ ചെയ്യാൻ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പേർപ്പിളിൻ്റെ ഐ പെൻസിലാണിത്. ഇത് വെച്ചിട്ട് കോൾ പെൻസിലാണ്. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ലിപ്സിൻ്റെ ഉള്ളിലോട്ട് കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ഡ്രോ ചെയ്യാൻ പോവാം. ഇനി ഞാൻ ബ്ലാക്ക് ഐഷാഡോ വെച്ചിട്ട് ആൻഡ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ മേലെ ഒന്ന് വരയ്ക്കാൻ പോവാണ്. അപ്പം ലിപ്സ് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഈ ഇന്നർ കോർണറിൻ്റെ അവിടെ നമുക്ക് ബ്ലാക്ക് ഐഷാഡോ വെച്ചിട്ട് തന്നെ ഒന്ന് ഷാർപ്പൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ലൈൻസ് ഞാൻ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റൻ ചെയ്യുവാണ് കേട്ടോ. ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് സ്മജ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റൻ ചെയ്യുവാണ്. അപ്പോൾ ഗൈസ് നമ്മളുടെ ഹാലോവിൻ ലുക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കട്ടി പേടിക്കരുത്. ഇതാണ് ഞാൻ ചെയ്തെടുത്ത ഒരു ഹാലോവിൻ ലുക്ക്.